പയ്യാവൂർ പഞ്ചായത്തിലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ചന്ദനക്കാമ്പാറ ചാപ്പക്കടവിലും മാവുംതോടും ആടാംപാറയിലെ ഒന്നാം പാലത്തും കാട്ടാനകൾ ഇറങ്ങി. ബുധനാഴ്ച രാത്രി 11:30 രണ്ടിടത്തായി 2 കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തിയത്. ബുധനാഴ്ച രാത്രി 11:30 ചന്ദനക്കാമ്പാറ ചാപ്പക്കടവിലും മാവുംതോടും ആടാംപാറയിലെ ഒന്നാം പാലത്തും കാട്ടാനകൾ ഇറങ്ങിയത്. ചന്ദനക്കാമ്പാറ ടൗണിൽ ചാപ്പക്കടവിലും മാവുംതോടിന് സമീപവും എത്തിയ കാട്ടാന പ്രദേശവാസികളായ പാമ്പാറ സണ്ണിയുടെയും മൈക്കിൾ കൊച്ചുകൈപ്പിലിന്റെയും പറമ്പുകളിൽ കയറിയിറങ്ങി. വാഴകൾ, റബ്ബർ മരങ്ങൾ, കപ്പ, ചേമ്പ്, ചേന, ഇഞ്ചി തുടങ്ങിയ കാർഷിക വിളകൾ കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട്. 1.5 മാസമായ വനാതിർത്തിയിൽ 4 കാട്ടാനകളുണ്ട്. വനംവകുപ്പ് സംഘം ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ തുരത്തുന്നതിനിടയിലാണ് ഒരു കാട്ടാന മാവുംതോട് ഭാഗത്ത് ഇറങ്ങിയത്. വെടിയുതിർക്കുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തതിനാൽ പേടിച്ചരണ്ട നിലയിലായിരുന്നു കാട്ടാനയെന്ന് വാർഡംഗം ജിത്തു തോമസ് പറഞ്ഞു. 1.5 മാസത്തോളമായി ഈ ഫോറസ്റ്റിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ 4 ആനകൾ തമ്പടിക്കുന്നു. ഇതുവരെ ഫോറസ്റ്റിനോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കോ ഈ ആനയെ തുരത്തിവിടാൻ സാധിച്ചിട്ടില്ല. സാധാരണക്കാർക്ക് ജീവിക്കാൻ മേലാത്ത അവസ്ഥയാണ്. ഈ ആനശല്യം കൊണ്ട് ആളുകൾ നാടുവിട്ടു പോകേണ്ട, ചന്ദനക്കാമ്പാറ പ്രദേശത്ത് തന്നെ നാടുവിട്ടു പോകേണ്ട അവസ്ഥയാണ്. ബുധനാഴ്ച രാത്രി ആടാംപാറയിലും കാട്ടാന ഇറങ്ങി. 1-ാം പാലം വഴി വന്ന ഒരു കാട്ടാന ആടാംപാറ പള്ളിക്ക് സമീപം വരെ എത്തി. പുലർച്ചെ 5:30 വഞ്ചിയം ഭാഗത്തെ കാട്ടിലേക്ക് നീങ്ങി. പയ്യാവൂർ അതിർത്തിയിൽ കാട്ടാനയെ പേടിച്ച കാർഷിക വിളകളും വീടും ഉപേക്ഷിച്ച് ജീവനു വേണ്ടി പലായനം ചെയ്യുകയാണ് കർഷകർ. ആടാംപാറയിൽ നിന്ന് കാഞ്ഞിരക്കൊല്ലിയിലേക്ക് 6 കിലോമീറ്റർ നീളത്തിൽ സൗരോർജ്ജ വേലി നിർമ്മിച്ചിരുന്നെങ്കിലും കാട്ടാന ശല്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏറെക്കാലമായി കാഞ്ഞിരക്കൊല്ലി, വഞ്ചിയം, ആടാംപാറ, അരീക്കാമല, ശാന്തിനഗർ, ചന്ദനക്കാമ്പാറ, ചിറ്റാരി, ഏലപ്പാറ, ചീത്തപ്പാറ, 1-ാം പാലം തുടങ്ങിയ മേഖലയിലുള്ളവർ കാട്ടാന ശല്യം മൂലം പൊറുതിമുട്ടുകയാണ്. ആനയെ ഭയന്ന് രാത്രി പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന് ഇവർ പറയുന്നു. എല്ലാ മേഖലയിലും സുരക്ഷാ വേലികൾ ഒരുക്കി വന്യമൃഗശല്യത്തിന് ഉടൻ ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.